അപ്പോൾ ഹാലോ ആൽക്കൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഞാൻ അരിച്ച് വെറുക്കിയിട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷനാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനിതൊരു പാർട്ടായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ചിലപ്പോൾ ഞാൻ 2-3 പാർട്ടിൽ ഈ ഒരു ഇതിൽ ചാപ്റ്റർ ഞാൻ തീർക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് നിങ്ങൾ ഈ കാണുന്നുണ്ടോ, ഹൗ വിൽ യു എന്ന് പറയുക ഡൂ ദ ഫോളോയിങ് കൺവേർഷൻ. നിങ്ങളെ കൺവേർഷന് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് അത് ഇനി എന്ന് പറയേണ്ടത്, അത് നിങ്ങൾക്ക് വാർണിംഗ് ആണ്. ഇപ്പം ചോദിച്ചിട്ടില്ലെങ്കിൽ എന്താ പറയുക, ഇനി പബ്ലിക് എക്സാമിനും നമ്മുടെ മോഡൽ എക്സാമിനെല്ലാം വരാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നത്. ഈ കൺവേർഷൻ എന്ന് പറയുന്നത് എത്തനോൾ ടു ഫ്ലൂറോ എയ്തീൻ. നമുക്കൊന്നും അറിയില്ല. എത്തനോളും എഴുതേണ്ടത് നമ്മളാണ്, ആ ഫ്ലൂറോ എയ്തീൻ എന്താണെന്ന് എഴുതേണ്ടത് നമ്മളാണ്. അതിങ്ങനെ കൺവേർഷൻ നടക്കുന്നില്ല, റിയേജൻസും എയറോൻ്റെ മുകളിൽ സാധനം എഴുതേണ്ടത് നമ്മളാണ്. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. ഇത് ആക്ച്വലി ഞാനിങ്ങനെ ഈ രൂപത്തിൽ എഴുതിയത്. ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, കൺവേർട്ട് എത്തനോൾ ടു എടുപ്പ് ചെയ്ത് ബ്യൂട്ട്-1-9 അല്ലെ ബ്യൂട്ടൈൻ എന്നെല്ലാം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈതൈൻ ടു ബ്രോമോ ഈതൈൻ എന്നെല്ലാം പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തത്. ക്വസ്റ്റ്യനെ എഴുതിയിട്ട് പിന്നെയും ആൻസർ എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ന് പറയേണ്ടത്, ഞാൻ സ്പേസ് ലാഭിക്കേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ഒരുമിച്ചിട്ട് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ റിയാക്ഷൻ നോക്കാം. എത്തനോൾ ടു ബ്യൂട്ട്-1-9 ആണ്. ആദ്യം എന്ത് ചെയ്യുക, എത്തനോൾ CH3CH2OH SOCl2 ഡാർജൻസ് പ്രോസസ്. ബെസ്റ്റ് മെത്തേഡ് ടു കൺവേർട്ട് ഇറ്റ് ടു എൻ ആൽക്കൈൽ എന്താണ് ഹാലൈഡ്. CH3CH2Cl ആയി മാറി. അപ്പോൾ എന്താ, അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്ത് CH∧C എന്ന് പറയുന്ന കോമ്പൗണ്ടായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് CH3CH2C എന്താണ് CH ബ്യൂട്ട്-1-9 നമുക്ക് അവിടെ കിട്ടി, പ്ലസ് NaCl ബൈ പ്രോഡക്റ്റ്. എൻ്റെ ബൈ പ്രോഡക്റ്റ് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. ഇത് എന്ന് പറയേണ്ടത് ഇതിൻ്റെ മെയിൻ സാധനമാണ്. ഇത് ആക്ച്വലി എന്താണ് 3 സ്റ്റെപ്പിൽ, അതായത് 1, 2, 3 3 സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അത് ആലോചിക്കുക. ഇത് ജസ്റ്റ് ചില കൺവേർഷൻസ് എല്ലാം ഉണ്ടോ ഇങ്ങനെ, ഇത് ഈ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കൺവേർഷൻസ് ഒക്കെയാണ് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ അതെല്ലാം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തത് ഈതൈൻ ടു ബ്രോമോ ഇതിന് CH3CH3 Br2. ഇതിന് HNO എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് എന്താണ് 5 അല്ലെങ്കിൽ സൺലൈറ്റ് അല്ലെങ്കിൽ 520 to 670 കെൽവിൻ ടെമ്പറേച്ചർ. Br + Br. അപ്പോൾ എന്താ, നമ്മൾ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ട് Br കയറി വരും, CH3CH2Br വരും. അതേപോലെ HBr ബൈ പ്രോഡക്റ്റ്. ഇങ്ങനെയാണ് നമുക്ക് ബ്രോമോ ഇതേം കിട്ടുന്നത്. അടുത്തത് പ്രൊപ്പീൻ എന്ന് 1 നൈട്രോ പ്രൊപ്പൈനാണ്. CH3CH ഡബിൾ ബോണ്ട് CH2 HBr ഇൻ ദ പ്രസൻസ് ഓഫ് എ പെറോക്സൈഡ്. പെറോക്സൈഡിൻ്റെ ഇവിടെ ഞാൻ H2O2 ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താ നടക്കുക, ആൻറ്റി മാർക്കോണിക്കോഫ് റൂളാണ് നടക്കുക. അതുപ്രകാരം H+ ലെസ് നമ്പർ ഓഫ് കാർബണിൽ പോവും, ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇല്ല കാർബണിൽ പോവും. ഈ Br- മോർ നമ്പർ ഓഫ് കാർബൺ ഇല്ലേക്ക് പോവും. CH3CH2CH2Br ഇത് ആൻറ്റി മാർക്കോണിക്കോഫിൻ്റെ പ്രോഡക്റ്റ്. അതിൽ AgNO2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ Br2 പകരം NO2 എന്ന് പറയുന്ന ഗ്രൂപ്പ് കയറി വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 1 നൈട്രോ പ്രൊപ്പൈൻ എന്ന് പറഞ്ഞ നമ്മളെ കോമ്പൗണ്ട് കിട്ടിയ. ഇതൊക്കെയാണ് കൺവേർഷൻസിൻ്റെ പ്രത്യേകത. ഇത് കാണുന്ന അത്ര എളുപ്പമൊന്നുമല്ല ഇത്. അടുത്ത നാലാമത്തത് ടൊളുവിൻ ടു ബെൻസൈൽ ആൽക്കഹോൾ. നമ്മൾ ടൊളുവിൻ എന്ന് വെച്ചാൽ ബെൻസീൻ റിങ്ങിന് നമ്മൾ CH3 ഗ്രൂപ്പ്, Cl2 അതിനെന്ത് ചെയ്യണം, ബോയിൽ എന്ന് പറയുമ്പോൾ ചൂടാക്കണം. അപ്പോൾ CH2 ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് ഇത് ഇവിടുന്ന് പോയി, എന്നിട്ട് CH2Cl ആയി. അതിനെ നമ്മൾ എന്താ ആഡ് ചെയ്ത്, KOH അക്വസ് KOH ആഡ് ചെയ്ത്. അപ്പോൾ ഇവിടെ ഒരു കട്ടിങ് നടന്നിട്ട് ഇവിടെ K+ഉം OH- ആയില്ലത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ പറയുന്ന Clൻ്റെ പകരം ഈ പറയുന്ന നേരെ OH- ബാഗ് കയറി അറ്റാക്ക് ചെയ്യും. പിന്നെ ഈ K+ഉം Cl- എന്തായി മാറും, KCl ആയിട്ട് പ്രോഡക്റ്റായിട്ട് മാറും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് CH2OH ബെൻസീൻ റിങ്ങിനോട് നമുക്ക് കിട്ടി ബെൻസൈൽ ആൽക്കഹോൾ. അപ്പോൾ അത് മനസ്സിലാക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു ക്ലീവേജ് നടന്നിട്ട് ഈ OH- എന്താ നേരെ ഇതിൻ്റെ ബാക്ക് കയറി അറ്റാക്ക് ചെയ്യുക ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം നിങ്ങൾ. അടുത്തത് പ്രൊപ്പീൻ എന്താണ്, പ്രൊപ്പൈൻ. അതായത് CH3CH ഡബിൾ ബോണ്ട് CH2 Br2 ചേർത്തപ്പോൾ എന്താ, നമ്മളെ Br2 ഇവിടെയും കയറി വന്ന് ഇവിടെയും കയറി വന്ന്. അപ്പോൾ CH3CH പിന്നെ സിംഗിൾ ബോണ്ട് അല്ല, സിംഗിൾ അല്ല, ഓക്കെ, ഇതെന്ന് പറയേണ്ടത് ഡബിൾ ബോണ്ട് CH2Br താഴെ. അടുത്തത് ഇതിങ്ങനെ താഴെപ്പോയി KOH ആഡ് ചെയ്ത്. KOH ആഡ് ചെയ്യുമ്പോൾ ആൽക്കോളിക് KOH ആഡ് ചെയ്യുമ്പോൾ ബീറ്റ എലിമിനേഷനാണ് നടക്കുക. അപ്പോൾ എന്താ, ഇവിടുന്ന് ഇത് ഡബിൾ ബോണ്ടല്ല, ഇത് സിംഗിൾ ബോണ്ട് തന്നെ. സിംഗിൾ ബോണ്ട് തന്നെ ഈ Br പോയി, ഈ Br പോയി. അപ്പോൾ ഈ രണ്ടും എന്നാ പോകുന്ന സമയത്ത് Br2 ആയിട്ട് എലിമിനേറ്റ് ആയി മൈനസ്. അന്നേരം എന്താ, 2 ബോണ്ട് പോകുന്ന സമയത്ത് ആ 2 ബോണ്ട് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബോണ്ട്, അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള 2 ഹൈഡ്രജൻ്റെ Br ഇതിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സഡൻലി നോക്കും ഇയാളും പോയി ഇയാൾ രണ്ടുപേരും പോയി. അപ്പോൾ ഈ 2 ബോണ്ടിൻ്റെ അവിടെ ഒരു പ്രശ്നം വന്നല്ലോ, ഒരു ഷോർട്ടേജ് വന്നല്ലോ. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യുക, 2 ബോണ്ട് എക്സ്ട്രാ ആയിട്ട് ഇട്ട് കൊടുക്കുക.
അന്നേരം എന്ത് കിട്ടി? ട്രിപ്പിൾ ബോണ്ടായി. സിംഗിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടായിട്ട് മാറി. ഈ 2 BR എലിമിനേറ്റ് ചെയ്തപ്പോൾ CH3C ട്രിപ്പിൾ ബോണ്ട് CH പ്രൊപ്പൈന് പ്രൊപ്പ് 1 അയിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്കവിടെ കിട്ടുക. അടുത്തത് എത്തനോൾ ടു ഫ്ലൂറൈഡ്. ഇത് കാണുന്നത്ര എളുപ്പമൊന്നുമല്ല, നല്ല ടൈറ്റ് ചോദ്യം ഇത്. A+ ലെവൽ ക്വസ്റ്റ്യൻ തന്നെ പറയാം. CH3CH2OH SOCl ടു ഡാർജൻസ് പ്രോസസ്സ്. അതിൻ്റെ സംഭവം ഇത് CH3CH2Cl കിട്ടി. അടുത്ത സ്റ്റെപ്പാണ് പ്രധാനം. Hg2F2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അത് എന്ത് ചെയ്യുക? അതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് CH3CH2Cl പകരം എന്ത് വരും? F കയറി വരും അവിടെ. അങ്ങനെ ഫ്ലൂറോയിദേൻ കിട്ടുന്നത്. അപ്പോൾ എന്ത് ഓർമ്മിക്കുക? ഇവിടുത്തെ വരെ ഓക്കെ, പക്ഷേ ഇതിന് തൊട്ടടുത്ത സ്റ്റെപ്പിൽ Hg2F2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഫ്ലൂറോയിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുന്നത്. അടുത്തത് 8ാമത്തെ മീഥൈൽ പ്രൊപ്പൈന് എന്തായി മാറണം? പ്രൊപ്പനോണായിട്ട് മാറണം. CH3Br അല്ല, മീഥൈൽ ഇതെന്താ സാധനം? മീഥൈൽ ബ്രോമിൻ. ഇത് മീഥൈൽ ബ്രോമിൻ എന്തായിട്ട് മാറണോ? പ്രൊപ്പനോണായിട്ട് മാറണം. അപ്പോൾ KCN ആഡ് ചെയ്ത്, അപ്പോൾ K+CN- അതിൽ ആൽക്കഹോളിക് KCN ആണ്. അപ്പോൾ എന്ത് സംഭവിച്ച്? നമ്മളെ CN- ഗ്രൂപ്പ് നേരെ ഇവിടെ കയറി വന്ന് അറ്റാച്ച് ആയി. ഈ K+ഉം BRഉം കൂടിയിട്ട് KBr ആയിട്ട് പുറത്തു പോയി. CH3CN ആയി. ഇനി എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ഈ സാധനത്തിൻ്റെ പറയുന്ന പേരെന്ത്? CH3MgBr ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആയത്. ഇതിനെ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഉണ്ട്. CH3 ഡബിൾ ബോണ്ട് എന്താണ്? NMgBr. അപ്പോൾ ഈ കോമ്പൗണ്ട് നമുക്ക് കിട്ടി. അല്ല, C എന്താണ്? ഇതിങ്ങനെയല്ല ഇത്. ഓക്കെ, ഇങ്ങനെ നിൽക്കുന്നത്. CH3C ഡബിൾ ബോണ്ടോ CH3NMgBr. അതിനെന്ത് ചെയ്ത്? ഹൈഡ്രോളിസിസ് ചെയ്ത്, വാട്ടർ ഹൈഡ്രോളിസിസ്, H2H+ ആസിഡ് മീഡിയം. അപ്പോൾ എന്ത് ചെയ്ത്? ഈ പറയുന്നത് നമ്മൾ NMgBr എന്നുള്ള ഗ്രൂപ്പ് ഒറ്റയടിക്ക് പുറത്തോട്ട് പോയി. അത് ക്യാൻസലായിപ്പോയി. അപ്പോൾ എന്ത് വന്നു? CH3C ഡബിൾ ബോണ്ടോ CH3. ഇതിനൊന്നും സംഭവിച്ചില്ല. ഇത് അടുത്ത് നിന്ന് ഇത് എന്തായി? അങ്ങ് പുറത്തേക്ക് പോയി. NMgBr ആയിട്ട് അങ്ങ് പുറത്തേക്ക് പോയി. നമുക്ക് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് പ്രൊപ്പനോൺ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനിയും തീർന്നില്ല, ഇതിനൊരു 3 കൂടിയുണ്ട്. അടുത്തത് ബ്യൂട്ട് 1 ടു ബ്യൂട്ട് 2. ഇതും A+ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ പഠിക്കുന്ന 2 റൂളിൻ്റെ ആപ്ലിക്കേഷനായത്. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 HBr. അപ്പോൾ എന്താണ്? നോർമൽ മാർക്കോണിക്കോസ് എഡീഷൻ പ്രകാരം H+ മോർ നമ്പർ ഓഫ് ഇതിലേക്ക് കയറി വരും, ഇത് ലെസ് നമ്പർ ഓഫ് കയറി വരും. CH3 CH2 CH3. ഇവിടെ CHൻ്റെ അതാണ് BR. ഇത് മാർക്കോണിക്കോസ് റൂള്. ഇവിടെ എന്ത് ചെയ്ത്? ആൽക്കോളിക് K വെച്ച് ആഡ് ചെയ്ത്. അപ്പോൾ ഇവിടെ എന്ത് കയറി? സെയ്റ്റ്സ് ഓഫ് റൂൾ കയറി വന്ന്. നമ്മളെ ബീറ്റ എലിമിനേഷൻ പ്രകാരം ഇതും ബീറ്റ ആവാം, ഇതും ബീറ്റ ആവാം. ഇതിലേതാ? ഇത് β1, ഇത് β2. ഇതിലേതാ ബീറ്റ ആവാൻ ചാൻസ് കൂടുതൽ? ഇതായിരിക്കും. കാരണം ഇതിന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങോട്ടേക്കൊരു ഗ്രൂപ്പ് കാണുന്നുണ്ട്, ഇങ്ങോട്ടേക്കൊരു ഗ്രൂപ്പ് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ നിന്നിട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ഒറ്റ ഗ്രൂപ്പ്, ഇങ്ങനെയൊരു ഒറ്റ ഗ്രൂപ്പേ കാണുന്നല്ലോ. അപ്പോൾ നമ്മളെ ഏതാണോ നമ്മളെ ഡബിൾ ബോണ്ടിന് അപ്പുറം ഇപ്പുറവും നോക്കുന്ന സമയത്ത് ഈ പറയുന്ന കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് കാണുന്നത്, അതിനായിരിക്കണം നമ്മൾ ബീറ്റ എലിമിനേഷൻ്റെ ഹൈഡ്രജനായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ CH3 എന്താണ്? CH ഇവിടുന്ന്, കാരണം ഇവിടുന്ന് ഹൈഡ്രജൻ പോയത്, അപ്പോൾ ഇവിടെ അതിന് നികത്തിന് ഡബിൾ ബോണ്ട് വന്ന് CH3. അതാണ് ബ്യൂട്ട് 2. അപ്പോൾ അങ്ങനെയാണ് ബ്യൂട്ട് 1 ബ്യൂട്ട് 2 മാറ്റുന്നത്. അടുത്ത 1 ക്ലോറോ ബ്യൂട്ടൈനെ എന്താക്കി മാറ്റണം? ഒക്ടൈൻ ആക്കി മാറ്റണം. ഇവിടെ നമ്മളെ വൂഡ്സ് റിയാക്ഷൻ നടക്കുന്നത്. അതായത് 2 മോളിക്യൂൾ ഇതെടുക്കുക, CH3 CH2 CH2 CH2Cl. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ എന്താണ്? 2 മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ 4. അതായത് നമ്മൾ എത്ര കൊടുക്കുന്നതിൻ്റെ ഡബിൾ നമുക്ക് കിട്ടും. 2ൻ്റെത് 4 കാർബൺ കിട്ടും. അപ്പോൾ നമുക്ക് 8 കാർബൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കാർബൺ എടുക്കണം? ഇനീഷ്യലി 4 കാർബണിൽ എടുക്കണം. അതും എത്ര മോളിക്യൂൾ? 2 മോളിക്യൂൾ എടുക്കണം. 1 2 3 4. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനത് 2 സോഡിയം എടുത്ത് ഡ്രൈ ഈതറാണ്. അപ്പോൾ എന്ത് സംഭവിച്ച്? ഈ പറയുന്ന 2Na ഇവിടുത്തെ 2 മോളിക്യൂൾ ഉണ്ടല്ലോ, അപ്പോൾ 2NaCl ആയിട്ട് പുറത്തു പോയി. ഇവിടുത്തെ 2 ഗ്രൂപ്പും കൂടി അറ്റാച്ച് ആയിട്ട് CH3 CH2 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 CH3 എന്ന് പറയുന്ന ഒക്ടൈൻ, നോർമൽ ഒക്ടൈൻ ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ വൂഡ്സ് റിയാക്ഷനാണ് ഇവിടെ നടന്നിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നെയിംഡ് റിയാക്ഷൻസ്, ഇതെല്ലാം എന്താണ്? മാർക്കോണിക്കോസ് റൂളിൽ നമുക്ക് അറിയുന്നത്. പക്ഷേ ഇങ്ങനെയെല്ലാം ചോദ്യം ചോദിക്കുമ്പോൾ എന്താ? നമുക്ക് പെട്ടെന്ന് തിരിയുന്നില്ല ഇതിങ്ങനെ മാർക്കോണിക്കോസ് റൂൾ ആവുന്നതെന്നല്ല. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലേ കാര്യം നടക്കും, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആയിപ്പോകും. അടുത്തത് ബെൻസീനെ ബൈഫീനൈലാക്കി മാറ്റണം. ഫിറ്റീഗ് റിയാക്ഷൻ. അതായത് ആദ്യം ബെൻസീൻ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ബെൻസീൻ പോലെ തോന്നുന്നുണ്ടാവില്ല. അതായത് ഇങ്ങനെയാണ് ആക്ച്വലി. ഇങ്ങനെ ബെൻസീനെ വരക്കാം. Br2 FeBr3 ചേർത്ത് കഴിഞ്ഞാൽ 2C6H5Br എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ എന്താ? അതിനെ നമ്മൾ പിന്നെയും 2Na ഈതർ. അപ്പോൾ എന്താണ്? നമ്മൾ ഈ എറൈൽ റിങ്സിൻ്റെ എല്ലാം ഇതുപോലത്തെ ഒരു റിയാക്ഷൻ വരുന്ന സമയത്ത് നമ്മളെ ഫിറ്റീഗ് റിയാക്ഷൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C6H5 C6H5 ഇങ്ങനെ അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവും. നിങ്ങൾ ഈ സ്ട്രക്ചർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഇങ്ങനെ ബൈഫീനൈലിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവും. സോ ദിസ് ഈസ് എ ക്ലിയർ റിയാക്ഷൻ ഓഫ് ഫിറ്റീഗ് റിയാക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഏതെന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കൺവേർഷൻസ് എല്ലാം ഞാനിപ്പോൾ വെറുതെ എന്ന് പറയേണ്ടത് നിങ്ങൾക്ക് ഇത് നിങ്ങൾ വെറുതെ കണ്ടതിനെ കൊണ്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതേപോലെ ചെയ്ത് തന്നെ വരണം. ഓർഗാനിക് കെമിസ്ട്രീൻ്റെ പ്രത്യേകത അത് മാത്സ് പോലെ നമ്മളെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യാനാവില്ല. അപ്പോൾ ഈ കൺവേർഷൻ പോലത്തെ എന്ത് ചെയ്യണം, എന്നോടൊപ്പം തന്നെ ചെയ്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഫലിപ്പിക്കാനാവും. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പാർട്ട് 1 ഇവിടെ അവസാനിപ്പിക്കുക. റൈറ്റ് ദ മെക്കാനിസം ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ NBU. ഈ BU എന്ന് വെച്ചാൽ എന്താ? BU എന്ന് പറയുന്നത് ബ്യൂട്ടൈനിൻ്റെ ഷോർട്ട് ഫോം. അത് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ബ്യൂട്ടൈൻ. അപ്പോൾ എന്താണ് N-ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ നോർമൽ ബ്യൂട്ടൈൻ, നമ്മളെ നോർമൽ CH3 CH2 CH3 എന്ന് പറയുന്ന ആ ബ്യൂട്ടൈനാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ എന്തുണ്ട്, ഒരു BR ഗ്രൂപ്പ് കൂടിയുണ്ട്. പ്ലസ് KCN എന്താ ഇവിടെ ചേർക്കുന്നത്? ET എന്ന് പറഞ്ഞാൽ ET ഇതെല്ലാം നിങ്ങൾ അറിയണം. ET എന്ന് പറയുന്നത് എത്തനോളാണ്. ETOH എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോൾഡ് എത്തനോൾ ബേസിക്കലി. ET ആ പറയുന്ന ഫസ്റ്റ് ലെറ്റേഴ്സ് ഓർമ്മിക്കുക. പിന്നെ H2O. NBuCN എന്താണ് നമ്മളെ ബ്യൂട്ടൈൻ തന്നെ. ഈ BR മാറിയിട്ട് എന്ത് സംഭവിക്കും? ഇപ്പോൾ BR എന്നുള്ളത് മാറിയിട്ട് ഈ ഗ്രൂപ്പ് മാറിയിട്ട് ഇവിടെ C എന്നുള്ള കയറി വരും. അതെങ്ങനെ അതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം നടക്കുന്നില്ല. ഇങ്ങനത്തെ റിയാക്ഷൻ മെക്കാനിസം ഞാൻ പരീക്ഷ എഴുതിയ സമയത്ത് റിയാക്ഷൻ മെക്കാനിസം ഇതുപോലെ ഹാലോ ആൽക്കീൻസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഹാലോ ആൽക്കീൻസ് തന്നെയാണ് ഈ പ്രാവശ്യം റിയാക്ഷൻ മെക്കാനിസത്തിൽ നിന്ന് ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഇതെന്നായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഈ പറയുന്ന CN- ആണല്ലോ നമുക്ക് കിട്ടേണ്ടത്. അതിന് നമുക്ക് എന്ത് വേണം? ഒരു CN- ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് സ്പീഷീസ് വേണം. അതാണ് KC എന്ന് പറയുന്നത്. K+ഉം CN- ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കാർബണിന് 2 ലോൺ പെയർ ഉണ്ട്. ഇറ്റ് ഈസ് ഇൻ ട്രിപ്പിൾ ബോണ്ട് വിത്ത് നൈട്രജന് 2 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നൈട്രജന് ഈ പറയുന്ന ബോണ്ടിനെ പൊട്ടിച്ച് ഇതെല്ലാം നിങ്ങൾ ഇതിൽ കാണിക്കണം. ഈ എന്താ പറയുക, ഒരു ബോണ്ടിനെ പൊട്ടിച്ചിട്ടല്ല ബോണ്ടിന് എന്ത് ചെയ്യും? തൻ്റെ അടുത്തേക്ക് വരും. കാരണം ഇയാൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. പീരിയോഡിക് ടേബിളിങ്ങൾ ഓർമ്മിച്ച മനസ്സിനും കാർബൺ കഴിഞ്ഞിട്ടാണ് നൈട്രജൻ വരിക. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നത്. അപ്പോൾ ഇയാൾക്ക് ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് വലിച്ചെടുക്കുന്ന ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഈ K+ എന്തായാലും പുറത്തേക്ക് പോയി. അപ്പോൾ ഇത് എന്തായിട്ട് മാറി? ഇത് എന്താ പറയുക, ലോക്ക് എന്ന് പറയേണ്ടത് ലോൺ പെയർ ഉണ്ട്. ഇതൊരു ഡബിൾ ബോണ്ടായി മാറി. പിന്നെ ഇതാ ഈ പറയുന്ന എക്സ്ട്രേറ്റ് ഇലക്ട്രോൺ കിട്ടി. ആ എക്സ്ട്രേറ്റ് കിട്ടിയ ലോൺ പെയറിനെയാണ് ഇവിടെ ഒരു ചാർജായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ പുറത്തൊരു മൈനസ് വരും. ആക്ച്വലി ഇതാണ് നമ്മൾ ഈ പറയുന്ന CN- എന്ന് എഴുതുന്ന സാധനമാണ്. ഇത് എഴുതുന്ന ഈ മൈനസ് വന്നത് ആക്ച്വലി ഇത് KCN ആയിട്ട് സ്റ്റേബിൾ മോളിക്കുലായിട്ട് നിൽക്കുന്നത് ഈ നൈട്രജൻ തൻ്റെ അടുത്തേക്കുള്ള ഇലക്ട്രോൺ പെയർ എക്സ്ട്രേറ്റ് വലിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു 2 എക്സ്ട്രാ ഇലക്ട്രോൺ വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു പുറത്തൊരു ചാർജ് വരികയും ചെയ്തത്. അല്ലെങ്കിൽ ഇങ്ങനെ CN- കിട്ടില്ല. അപ്പോൾ എന്നാണ് നമ്മളെ ഇത് ഇലക്ട്രോഫൈൽ അല്ല, നമ്മളെ ന്യൂക്ലിയോഫൈലിൻ്റെ ജനറേഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1 ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. നമ്മളെ മോളിക്യൂളിൽ നിന്ന് നമ്മളെ CN- ആയിട്ടുള്ള ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ റിയാക്ഷൻ മെക്കാനിസമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KCN ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇത് നടന്ന പ്രകാരം അങ്ങനെ നമുക്ക് ഇവിടെ CN- കിട്ടി. ഞാൻ എന്തെടുത്തിട്ടുണ്ട്? N-ബ്യൂട്ടൈൻ BR, അതായത് CH3 CH2 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 ഇത് ബ്യൂട്ടൈനായി. N-ബ്യൂട്ടൈൻ ഇത്രയും ഭാഗം. പിന്നെ ഇവിടെ ഒരു BR കൂടിയുണ്ട്. അതേസമയം ഇതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം നടക്കുമ്പോൾ ഇവിടെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആയി വരും. ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റല്ലോ എന്താണെന്ന് അറിയണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളെ GOC റിയാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പാർട്ട് 2 ഞാൻ ഇൻഡക്റ്റീവ് എഫക്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ വീഡിയോ പോയിട്ട് അത് അറിയാത്തവർ അത് കാണും. അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ BRന് RT കൂടുതൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഫ്ലൂറിനൊക്കെ ഇല്ല ഗ്രൂപ്പിലെ മെമ്പർ അയച്ചെങ്കിൽ. അപ്പോൾ ഇവരെല്ലാം വെറും എന്ന് പറയുന്നത് RT കാറാണ്. എന്താ പറയുക, എങ്ങനെയെങ്കിലും ഇല്ല ഇലക്ട്രോണും പോയിട്ട് അടുത്ത ആളെ അടുത്ത് നിന്ന് ഇലക്ട്രോൺ വലിക്കാനായിരിക്കും ശ്രമിക്കുക. പിടിച്ചോ അങ്ങനെ ശ്രമിക്കുക. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? തൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺ വലിക്കുമോ, ഇതൊരു മ്യൂസിക്കിന് പോലത്തെ ചിഹ്നം കാണുന്നത്, ഇതൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഇയാൾക്ക് കിട്ടും. ഇയാൾക്കൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? നമ്മളെ ഈ പറയുന്ന ഇവിടെ നേരെ ഒരു ക്ലീവേജ് നടന്നിട്ട് ഇവിടെ ഈ പറയുന്ന എന്താണ്, നമ്മളെ CN നേരെ കയറി എന്ത് ചെയ്യും? ഈ പ്ലസിൻ്റെ അടുത്തേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും. ഈ BR- തൻ്റെ ഇലക്ട്രോൺ എടുത്ത് പോയിട്ട് ഇവിടെ ഒരു K+ ഉണ്ടല്ലോ. ഇയാൾ ഒറ്റക്കായി പോയില്ല, ഇയാൾക്ക് ഒരു പാർട്ട്ണറിനെ കിട്ടി K+. ആ K+ഉം പ്ലസ് BR- ചേർന്നിട്ട് എന്തായി മാറും? ഇത് അവിടെ KBr ആയിട്ട് മാറും. അതേസമയം നമ്മൾ ഇവിടെ എന്താ നടക്കുന്നത്? CH3 CH2 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 ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കണ്ടതുകൊണ്ട് ഈ മൈനസും എന്താ പറയുക, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്റ്റ് എന്നാണല്ലോ നമ്മൾ പറയുക. അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ്, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്റ്റ്.
അപ്പോൾ ഇയാൾക്ക് എന്ന് പറയുന്നത് ഒരു പ്ലസ് ചാർജ് കണ്ട നിമിഷം എന്ന് പറയുന്നത് നേരെ അവിടെ കയറി അറ്റാക്ക് ചെയ്ത് CH3 CH2 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 C ട്രിപ്പിൾ ബോണ്ട് N. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന റിയാക്ഷൻ മെക്കാനിസം ഇവിടെ നടക്കുന്നത്. ഇത് നിങ്ങൾ എന്താണ് ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ ഇവിടെ എഴുതേണ്ടതുണ്ട്. റിയാക്ഷൻ മെക്കാനിസം ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം വരും. ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ റിയാക്ഷൻ മെക്കാനിസം ചെയ്താൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ നമ്മളെ ന്യൂക്ലിയോഫൈൽ ജനറേഷൻ കാണിക്കുക, അതിന് ശേഷം അതെങ്ങനെ കീരി അറ്റാക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ഒരു പൊളാരിറ്റി ഡിഫറൻസ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇയാൾ ഇങ്ങോട്ടേക്ക് ഇലക്ട്രോണെ വരിക, ഇപ്പോൾ ഇയാൾക്കൊരു പാർഷ്യൽ നെഗറ്റീവ് കിട്ടി, ചാർജ് കിട്ടി, ഇയാൾക്കൊരു പാർഷ്യൽ പോസിറ്റീവ് ആയിപ്പോൾ അപ്പോൾ നേരെ ഈ നെഗറ്റീവ് ചാർജിൽ സാധനം നേരെ കൊണ്ട് എന്താ പറയുക പോസിറ്റീവ് ചാർജിൽ കൊണ്ട് അറ്റാക്ക് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. എന്നിട്ട് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് KBr കൂടി വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം ചെയ്തിട്ടുണ്ട്. ഇത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ റിയാക്ഷൻ മെക്കാനിസം. അപ്പോൾ ഇതും കൂടി പഠിച്ചു വെക്കുക.